ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഓക്കെ, അപ്പോൾ ടൈറ്റിൽ ശ്രദ്ധിച്ചിരിക്കുമല്ലോ. അതായത് ഹബീബ് ഫോർമുല അതെന്താണ്, പിന്നെ ബിലാൽ ലിയോൺ എഡ്വേർഡ്സിനെ എങ്ങനെ തോൽപ്പിച്ചു എന്നുള്ളത്. അപ്പോൾ ഇത് വീഡിയോ ഫുട്ടേജ് സഹിതം നമ്മൾ കാണിക്കുന്നതായിരിക്കും. ഞാനിത് നമ്മുടെ ഒരു സാധാരണക്കാരൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ നിന്ന് സംസാരിച്ച് നമ്മളത് തീർക്കും. നിങ്ങൾക്ക് ഡീറ്റെയിൽ വളരെ ആഴത്തിൽ പഠിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മൈറ്റി മൗസ് ഡിമിട്രിയസ് ജോൺസൺ അദ്ദേഹത്തിൻ്റെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിൽ ഇത് ഡീറ്റെയിൽ ആയിട്ട് വിവരിക്കുന്നുണ്ട്. അതായത് സെയിം ടോപ്പിക്, ബിലാൽ എങ്ങനെയാണ് ലിയോൺ എഡ്വേർഡ്സിനെ പരാജയപ്പെടുത്തിയത്. സോ അദ്ദേഹത്തിൻ്റെ ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് കാണാം, അദ്ദേഹം വളരെ ആഴത്തിലാണ്. അപ്പോൾ ഞാൻ വളരെ സിമ്പിളായിട്ട്, അതായത് എന്താണ് ഈ ഹബീബ് ഫോർമുല, അത് ഉപയോഗിച്ച് ബിലാൽ എങ്ങനെയാണ് ലിയോണിനെ പരാജയപ്പെടുത്തിയത് എന്നുള്ളതാണ്. അപ്പം നമ്മളുടെ മിക്ക ആളുകളുടെയും പ്രഡിക്ഷൻ തെറ്റിപ്പോയി. അതായത് നമ്മൾ ലിയോൺ ജയിക്കും എന്ന് വിചാരിച്ചു. ഈ പറയുന്ന മൈറ്റി മൗസിനും തെറ്റിപ്പോയി. അതാണ് രസം. ഡിമിട്രിയസിനും തെറ്റിപ്പോയി. അപ്പോൾ രസകരമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഏകദേശം കുറച്ച് പേർക്ക് അറിയാമായിരുന്നു ബിലാൽ ഓൾറെഡി ഹബീബിൻ്റെ ക്യാമ്പിൽ ട്രെയിനിങ്ങിന് പോയിരുന്നു എന്ന്. പക്ഷേ നമ്മൾ വിചാരിച്ചത് ബിലാൽ ഹബീബ് അല്ലല്ലോ. ഹബീബ് ഇപ്പോൾ ആയിരുന്നെങ്കിൽ ലിയോണിനെ പരാജയപ്പെടുത്തുമെന്ന് നമുക്ക് പറയാം. പക്ഷേ ബിലാൽ പരാജയപ്പെടുത്താൻ പറ്റുമോ എന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നു. പക്ഷേ അതാണ് ഇവിടെ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിയത്. ബിലാൽ ഇവിടെ ഹബീബായി മാറി. ഹബീബ് എങ്ങനെയാണോ ഫൈറ്റ് ചെയ്യുന്നത്, ഡിറ്റോ അതേപോലെയാണ് ഫൈറ്റ് ചെയ്യുന്നത്. അത് പുള്ളി റൗണ്ട് 1 തുടങ്ങിയ ഉടനെ തന്നെ ഫസ്റ്റ് ടേക്ക് ഡൗൺ ആണ് ചെയ്യുന്നത്. അതാണ് ഹബീബ് ഫോർമുല എന്ന് പറയുന്നത്. അപ്പോൾ ഹബീബ് ഫോർമുല എന്ന് പറയുന്നത് ഞാനത് വീഡിയോ സഹിതം കാണിച്ചു തരാം. നമ്മുടെ മൈറ്റി മൗസിൻ്റെ ചാനൽ ഒന്ന്, അദ്ദേഹത്തിൻ്റെ വീഡിയോ ഉണ്ടല്ലോ, അതാണ് എടുത്ത് കാണിക്കുന്നത്. ഒരു പോസ് ചെയ്തിട്ടുണ്ട് ഞാൻ, അവിടെ നിന്ന് കാണിക്കാം. അപ്പം നമ്മൾക്ക് എല്ലാം മനസ്സിലാകും. അതായത് ഇപ്പോൾ ലിയോണിൻ്റെ ഏറ്റവും ഭീകരമായിട്ടുള്ള ത്രെറ്റ് ഏതാണ്? ആ കിക്കൊക്കെയാണ്. അപ്പം ഹബീബ് എഡ്സൺ ബാർബോസ ഫൈറ്റ് കണ്ടാൽ മതി. അതായത് അവിടെയും ബാർബോസയുടെ ഏറ്റവും ഭീകരമായിട്ടുള്ള ഒരു ത്രെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് അപകടം വരുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ അത് പുള്ളിയുടെ കിക്കാണ്. അപ്പോൾ ഹബീബ് ബാർബോസിനെ കിക്ക് ചെയ്യാൻ സമ്മതിക്കുന്നതില്ല, ഡിസ്റ്റൻസ് ക്ലോസ് ചെയ്യുന്നു. എന്താ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ അവർ തമ്മിലുള്ള ദൂരം ക്ലോസ് ചെയ്യുന്നു, അടുത്തേക്ക് കയറി ചെല്ലുന്നു. അതിന് ഒരുപാട് സ്റ്റാമിന വേണം. അത് ദാഗസ്ഥാനി ട്രെയിനിങ്ങിൽ സ്റ്റാമിന ഒരു ഇമ്പോർട്ടൻറ്റ് ഘടകമാണ്. അപ്പോൾ ബിലാൽ അത് നേടിക്കഴിഞ്ഞിരുന്നു. അപ്പോൾ ബിലാൽ ലിയോണിന് ഗ്യാപ്പ് കൊടുക്കുന്നേ ഇല്ല, അടുത്തേക്ക് കയറി ചെല്ലുന്നു. എന്ന് മാത്രമല്ല, ഇനിയാണ് ഹബീബ് ഫോർമുലയിലേക്ക് വരുന്നത്. ഇത് ഹബീബിൻ്റെ ഫാദർ ഡെവലപ്പ് ചെയ്തെടുത്ത പ്ലാൻ. അതാണ് ഫാദേഴ്സ് പ്ലാൻ എന്ന് പറയുന്നത്. ഇപ്പോൾ അത് ഹബീബ്സ് പ്ലാനായി മാറി. ഓക്കെ, അതുകൊണ്ടാണ് തുടരെ ഹബീബ് എന്ന ഫൈറ്റർ അൺബീറ്റൺ ആയിരുന്നു. അതുപോലെ ഹബീബ് എന്ന കോച്ചും ഇപ്പോൾ അൺബീറ്റൺ ആയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ മുമ്പേ പറഞ്ഞിരുന്നു, ഇനിയും കൂടുതൽ ഫൈറ്റേഴ്സ്, ബിലാലിൻ്റെ വിജയത്തിന് ശേഷം എനിക്ക് തോന്നുന്നു ഇനി കൂടുതൽ ഫൈറ്റേഴ്സ് ഹബീബിൻ്റെ അടുത്തേക്ക് പോകും. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ നമ്മൾ അടുത്ത വീഡിയോയിൽ സംസാരിക്കാം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇമ്പോർട്ടൻറ്റ് കാര്യത്തിലേക്ക് വരാം. അപ്പോൾ എന്താണ് ഈ ഹബീബ് ഫോർമുല? ഹബീബ് ഫോർമുല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം ഡിസ്റ്റൻസ് കൊടുക്കാതിരിക്കുക, പ്രഷറൈസ് ചെയ്ത് അടുത്താണ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്, ശ്രദ്ധിച്ച് കേൾക്കുക. കേജിൻ്റെ ഈ UFC ഒക്ടോഗണിൻ്റെ ആ കേജിന് തൊട്ട് മുമ്പായിട്ട് ഒരു സോണുണ്ട്, ഒരു ബ്ലാക്ക് കളർ ലൈൻ നിങ്ങൾക്ക് കാണാം. അത് ഞാനിപ്പോൾ കാണിച്ചു തരാം. ആ ബ്ലാക്ക് ലൈനിന് അപ്പുറത്തേക്ക് കൊണ്ടുപോയി കേജിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകുക. കേജിൻ്റെ അടുത്ത് നിന്ന് പ്രഷറൈസ് ചെയ്യുക, അതായത് കേജിൽ എതിരാളിയെ ഒട്ടിന്ന് ഫൈറ്റ് ചെയ്യും. അവിടെ നിന്ന് പ്രഷർ ചെലുത്തുമ്പോൾ നമ്മളുടെ എതിരാളിയെ ഡയറക്ഷനിൽ നിന്ന് അറ്റാക്ക് ചെയ്യുന്ന പോലെയാണ്. അതായത് ഒന്ന് നമ്മളും അറ്റാക്ക് ചെയ്യുന്നു, ബിലാൽ അറ്റാക്ക് ചെയ്യുന്നു, പിന്നെ കേജ് പുറയുന്ന പ്രഷർ കൊടുക്കുന്നു. അപ്പോൾ രണ്ടിൻ്റെ ഇടയ്ക്ക്, അതായത് ബിലാലിൻ്റെയും കേജിൻ്റെ അല്ലെങ്കിൽ ഹബീബിൻ്റെയും ആ കേജിൻ്റെ ഇടയ്ക്ക് എതിരാളി പെട്ടുപോവാണ്. അവിടെ നിന്ന് റെസ്ലിംഗ് ചെയ്ത് താഴേക്ക് കൊണ്ടുപോകുന്നു, പിന്നെ സബ്മിറ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ചെറുതായിട്ടൊരു ലൈറ്റിംഗ് പ്രോബ്ലം ചില സമയത്ത്, ഇപ്പോൾ ലൈറ്റിംഗ് പ്രോബ്ലം ഓക്കെ. അപ്പോൾ അതായിരുന്നു സംഭവം. ഇപ്പോൾ ഇവിടെ ഹബീബ് ആയിരുന്നെങ്കിൽ ലിയോണിനെ തീർത്തേനെ. ബിലാലിൻ്റെ ഫിനിഷിങ് മാക്സിമം പുള്ളി ശ്രമിച്ചു, പുറയിൽ നിന്ന് കയറി ചോക്ക് ചെയ്യാനായിട്ട് ശ്രമിച്ചു. പക്ഷേ ആ ഫിനിഷിങ് ശരിയല്ല. പക്ഷേ പുള്ളി അതുകൊണ്ട് കാര്യമില്ല, ഫിനിഷിങ് അൾട്ടിമേറ്റ്ലി സംഭവം ജയിച്ചു. ഇനി ഞാൻ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കിലേക്ക് വരാം. നമ്മൾ ആ ഒരു ചാനൽ ഫുട്ടേജിലേക്ക് വരാം. നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഷോ യു. ഇതാണ് ഞാൻ ആ പറഞ്ഞ സംഭവം. ഓക്കെ, ഇത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം, നമ്മുടെ ബിലാൽ ലിയോണിനെ
ഇതാണ് ഞാൻ ഉദ്ദേശിച്ച ബ്ലാക്ക് കളർ ലൈൻ. ഇത് കാണുന്നുണ്ടോ നിങ്ങൾ? ഈ ലൈൻ്റെ അപ്പുറത്തേക്ക് പുഷ് ചെയ്ത് പ്രഷറൈസ് ചെയ്ത് കൊണ്ടുപോകുന്നു കേജിൻ്റെ അടുത്ത്. ഇതാണ് ഹബീബ് ഫോർമുല എന്ന് പറയുന്നത്. ഈ കേജിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയിട്ട് ഇവിടെ നിന്നാണ് ഈ കളി വരുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് പുള്ളി പഞ്ച് ചെയ്യുമ്പോൾ ഇത് കണ്ടോ, ലിയോണിൻ്റെ കൈ ഫുള്ള് ഈ പഞ്ച് പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ഇത് പുള്ളി ഈ ഗാർഡ് വെച്ചിരിക്കുവാണ്. അപ്പോൾ കണ്ടോ, ഈ ഭാഗം എക്സ്പോസ്ഡ് ആണ്, ഈ കാൽ ഭാഗം എക്സ്പോസ്ഡ് ആണ്. അപ്പം ഓട്ടോമാറ്റിക്കലി ബിലാൽ ടേക്ക് ഡൗൺ ഒരുങ്ങുവാണ്, ടേക്ക് ഡൗണിന് പോകും. അപ്പോൾ ടേക്ക് ഡൗൺ ചെയ്യുമ്പോൾ ഇത് കണ്ടോ, ഈ കേജും ഇദ്ദേഹം ഇവിടെ നിന്ന് പ്രഷർ ചെലുത്തുന്നു, കേജ് പുറയിൽ നിന്ന് പ്രഷർ ചെലുത്തുന്നു. ഇതിനിടയ്ക്ക് നമ്മുടെ എതിരാളി ട്രാപ്ഡായി പോകും. ഇതാണ് ഹബീബ് ഫോർമുല എന്ന് പറയുന്നത്. അപ്പോൾ ഇത് കേജിൻ്റെ നടുക്കുന്ന് ഒരുപാട് അകലെ, മനസ്സിലായി, നടുക്കാണെന്ന് ഫൈറ്റ് ചെയ്യേണ്ടത്. ഇവിടെ നിന്ന് ഒരുപാട് അകലെ പ്രഷറൈസ് ചെയ്ത് കൊണ്ടുപോകുന്നു. അങ്ങനെയാണ് ആ സംഭവം വരുന്നത്. നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി ഏകദേശം നമുക്ക് തീർത്തേക്കാം. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനിയും ഞാൻ ഇതും കൂടെ കാണിച്ചു തരാം, അറ്റാക്കിൻ്റെ ഫൈനൽ ഇതും കൂടെ കാണിച്ചു തരാം. ഞാനൊന്ന് ഓടിച്ചോട്ടെ. ഏകദേശം ഒരു സെക്കൻഡ് കേട്ടോ, ഒരു സെക്കൻഡ്. അപ്പോൾ അവിടെ പരസ്യവും കാര്യങ്ങളൊക്കെ വന്നു. ഒരു സെക്കൻഡ്, ജസ്റ്റ് 1 സെക്കൻഡ്. അതും കൂടെ കാണിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി കഴിഞ്ഞു. ഇതാണ് അടുത്ത. ഇതും കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു. ഇതാണ് ഞാൻ പറഞ്ഞ ആ ഫുട്ടേജ്. അപ്പം നമ്മൾ ലിയോണിൻ്റെ ശ്രദ്ധ അവിടെ പോയപ്പോൾ പുള്ളി ഇമ്മീഡിയറ്റ്ലി ടേക്ക് ഡൗണിന് ശ്രമിക്കുന്നു. അപ്പോൾ ഈ ടേക്ക് ഡൗൺ ചെയ്യുമ്പോൾ ഇത് കണ്ടോ, ബിലാൽ ഇവിടെ നിന്നൊരു പ്രഷറുണ്ട്, ലിയോണിന് അനങ്ങാൻ പറ്റത്തില്ല, കാരണം കേജ് ഇവിടെ ഉണ്ട്. അപ്പോൾ തീരെ അനങ്ങാൻ പറ്റത്തില്ല. അങ്ങനെയാണ് എതിരാളി ട്രാപ്ഡായി പോകുന്നത്. പിന്നെ ഇവിടെ നിന്ന് ടേക്ക് ഡൗൺ ചെയ്യുകയോ എടുത്ത് പൊക്കുകയോ ചെയ്യുക. അപ്പോൾ ഇത് ഈ ഫോർമുല എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ ഫോർമുല എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നിങ്ങൾ ഡീറ്റെയിലി ആ വീഡിയോയിൽ ചെന്ന് കാണുക. അപ്പോൾ ഇത് പറഞ്ഞങ്ങ് ഫലിപ്പിക്കാൻ പറ്റത്തില്ല. ഇപ്പം ലിയോണിനെ പോലെ ഒത്ത ഒരു എതിരാളിയെ നടുക്കൂന്ന് കൊണ്ടുപോയി കേജിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകുക, പിന്നെ അവിടെ നിന്ന് അയാളെ പൊക്കി അടിക്കുക, ടേക്ക് ഡൗൺ ചെയ്യുക, ഇതൊന്നും അത്ര എളുപ്പമല്ല. അപ്പോൾ ഇതാണ് ദാഗസ്ഥാനി ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ. കഠിനമായ ട്രെയിനിങ് ആണ്, ഭയങ്കര ഡിഫിക്കൽട്ടായ ട്രെയിനിങ് ആണ്. ബിലാൽ ഹബീബിൻ്റെ ട്രെയിനിങ് ക്യാമ്പിനെ കുറിച്ചൊക്കെ വിവരിക്കുന്നുണ്ട്. പട്ടാള ചിട്ടിലാണ് അവിടെ കാര്യങ്ങൾ നടക്കുന്നത്. അങ്ങനെ മാസങ്ങളോളം ട്രെയിൻ ചെയ്താൽ മാത്രമേ ലിയോണിനെ പോലെ ഉള്ള ഒരു വേൾഡ് ക്ലാസ് എതിരാളിയെ ഇങ്ങനെ ചെയ്യാൻ പറ്റത്തുള്ളൂ. മനസ്സിലായില്ലേ? അപ്പോൾ അതാണ് ഹബീബ് ഫോർമുല എന്ന് ഞാൻ ഈ വീഡിയോയിൽ ഉദ്ദേശിച്ചത്. അപ്പോൾ ദാറ്റ്സ് ഓൾ. ഇപ്പോൾ 8 മിനിറ്റായി വീഡിയോ. അപ്പം നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ആൻഡ് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയുക, ആ വീഡിയോ കാണുക. ആൻഡ് നമ്മുടെ ഇൻസ്റ്റ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കുക, Deepak_Ashokan UFC മലയാളം. അവിടെ ഹോട്ട് ആക്ഷൻസ് നടക്കുന്നുണ്ട്. അപ്പം കാണാം, കമൻറ്റ് ചെയ്യുക കേട്ടോ.